ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് മെയ് മാസം 7-ാം തീയതിയാണ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിന ആശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായിട്ട് നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് സംഖ്യാപുസ്തകം 6-ാം അധ്യായമാണ്. ഈ സംഖ്യാപുസ്തകം 6-ാം അധ്യായം എന്ന് പറയുന്നത് ഒരുപക്ഷെ പഴയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായങ്ങളൊന്നാണെന്ന് ഞാൻ പറയട്ടെ. ഈ അധ്യായത്തിൽ വിഷയമെന്ന് പറയുന്നത് നാസർ വ്രതത്തെ സംബന്ധിച്ച നിബന്ധനകളാണ്. നാസർ വ്രതം പഴയ നിയമത്തിൽ യഹൂദന്മാരായ പുരുഷനോ സ്ത്രീയോ ദൈവസന്നിധിയിൽ എടുത്തതായിരിക്കുന്ന ഒരു വ്രതമാണ് ഈ നാസർ വ്രതം എന്ന് പറയുന്നത്. ആ വ്രതം എന്താണെന്ന് ചോദിച്ചാൽ, ജീവനാന്തം ഞങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാതെ ദൈവത്തിന് വേണ്ടി ഞങ്ങളെ തന്നെ സമർപ്പിച്ച് ജീവിക്കാം. നാസർ വ്രതത്തിന് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് പഴയ നിയമത്തിൽ ഭക്തന്മാരായ യഹൂദന്മാരെടുത്തിരുന്ന ഒരു വ്രതമാണ് എന്ന് നമുക്ക് തന്നെ പറയാം. പുതിയ നിയമത്തിലെ ശിശുത്വത്തിന് തത്തുല്യമായിരിക്കുന്നൊരു വ്രതമാണ് പഴയ നിയമത്തിലെ നാസർ വ്രതം എന്ന് പറയുന്നത്. ആ വ്രതം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് നിബന്ധനകളുണ്ട്. ആഹാരരീതി സംബന്ധിച്ച്, മുടിയുടെ സംരക്ഷണം സംബന്ധിച്ച്, വസ്ത്രം പോലും സംബന്ധിച്ച്, ആഹാരത്തെ എന്ത് കഴിക്കാം, എന്ത് കഴിക്കരുത്, എവിടെ പോകാം, എന്ത് തൊടാം, എന്ത് തൊടരുത്, ഇങ്ങനെയുള്ള ഒരുപാട് നിബന്ധനകൾ അവർക്ക് ഉണ്ടായിരുന്നു. ഒരു നാസർ വ്രതസ്ഥന് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ മുന്തിരിങ്ങയുടെ കുരു തൊട്ട് തൊലി വരെ നിഷിദ്ധമായിരുന്നു. വെറുതെ ഒരു തമാശനൊരു കുരുവിൻ്റെ അകത്തൊന്നുമില്ലല്ലോ, ഒരു കുരുവായിട്ടിരുന്ന് കടിക്കാമെന്ന് വെച്ചാൽ അതുപോലും അവന് അനുവാദം കൊടുത്തിട്ടില്ല. അങ്ങനെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്, കുരു തൊട്ട് തൊലി വരെ ഒന്നും എന്ന് പറഞ്ഞാൽ മനുഷ്യരെല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് മുന്തിരിങ്ങ എന്ന് പറയുന്നത്. ഉണക്കമുന്തിരി എന്നൊക്കെ പറയുന്നത് വളരെ നല്ലതാണ്. വീഞ്ഞെന്ന് പറയുന്നത് വളരെ നല്ലതാണ്. മനുഷ്യൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞെന്നാണ് പഴയ നിയമത്തിൽ വീഞ്ഞിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള നല്ല സാധനങ്ങളെല്ലാം നീ വർജിക്കണമെന്നാണ് നാസർ വ്രതക്കാരനോട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ അവൻ്റെ മുടി വെട്ടാൻ അവന് അനുവാദമില്ല, താടി ക്ഷൗരം ചെയ്യുവാൻ അവന് അനുവാദമില്ല. ഇപ്പോൾ നിയമത്തിൽ പുരുഷൻ നിരുതി കിട്ടിയാൽ അവന് ക്ഷയമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവനത് ലജ്ജാകരമായ കാര്യമാണ്. പക്ഷേ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് നാസർ വ്രതം എടുത്തവൻ എന്ത് ചെയ്യണം, മുടി നീട്ടിക്കണമെന്നാണ് പറയുന്നത്. മുടി തൊടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താണ്, സാധാരണ മനുഷ്യർ ഭംഗിക്കും അലങ്കാരത്തിനും വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും നാസർ വ്രതക്കാരന് ചെയ്യാനൊക്കെയില്ല. നാസർ വ്രതക്കാരനെ കണ്ടാൽ ആകപ്പാടെ ഒരു തമാശ തോന്നും ആളുകൾക്ക്. മുടിയും ചിടപടിച്ച് താടിയും നീട്ടി ഇങ്ങനെ നടക്കുന്നതായിരിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു ഭ്രാന്തനെ പോലെ നടക്കുന്ന മനുഷ്യനെന്ന് ഇന്നത്തെ കാലത്ത് ആൾ ചിന്തിക്കും. പക്ഷേ അങ്ങനെയല്ല. അവൻ ദൈവത്തിന് വേണ്ടി തന്നെ സമർപ്പിച്ച് മനുഷ്യർ ചെയ്യുന്ന പല സന്തോഷകരമായ കാര്യങ്ങളും അവൻ ചെയ്യില്ല. ഒരു മുന്തിരിങ്ങ എടുത്ത് അവന് തിന്നാനൊക്കെയില്ല, ഒരു വീഞ്ഞവന് കുടിക്കാനൊക്കെയില്ല, അവന് ചില ഭക്ഷണങ്ങൾ കഴിക്കാനൊക്കെയില്ല, ചില പാനീയങ്ങൾ കുടിക്കാനൊക്കെയില്ല. അങ്ങനെ വളരെ നിബന്ധനമായിരിക്കുന്ന കാര്യങ്ങൾ അവന് ചെയ്യണം. അവൻ്റെ സ്വന്തപ്പെട്ടവരെ അവൻ്റെ അടുക്കൽ വെച്ച് മരിച്ചാൽ പോലും അവരെ തൊടാനായിട്ടൊന്നും ചുമ്മനം ചെയ്യാനോ സാധിക്കുകയില്ല. ഒരു ചത്ത യാതൊരു മൃഗത്തിൻ്റെ അസ്ഥിയോ മറ്റു ഭാഗങ്ങളോ അവന് കൈകാര്യം ചെയ്യാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയുള്ള ഭയങ്കര നിയമങ്ങൾക്ക് ഉള്ളിൽ നിന്നാണ് അവനെ ജീവിക്കേണ്ടിയിരുന്നത്. അപ്പോൾ എന്താ ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ, നീ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് നിന്നെ തന്നെ സമർപ്പിച്ചാൽ പിന്നെ നിൻ്റെ താല്പര്യങ്ങൾക്കല്ല, ദൈവം പറഞ്ഞ കാര്യങ്ങൾക്കാണ് നീ പ്രാധാന്യം കൊടുക്കേണ്ടത്. അങ്ങനെയാണ് കർത്താവ് പുതിയ നിയമത്തിൽ ശിശുത്വത്തെക്കുറിച്ച് പറഞ്ഞു. തനിക്കുള്ളതൊക്കെയും ത്യജിക്കാഞ്ഞാൽ, അപ്പനെയും അമ്മയും പകച്ച് എൻ്റെ പിന്നാലെ വരാഞ്ഞാൽ, എൻ്റെ ക്രൂശെടുത്ത് എൻ്റെ പിന്നാലെ വരാഞ്ഞാൽ, അങ്ങനെ ഒരുപാട് നിബന്ധനകൾ പറഞ്ഞു. വാസ്തവത്തിൽ ആ നിബന്ധനകളൊക്കെ പാലിച്ച് പുതിയ നിയമത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ നോർമൽ എന്ന് ലോകം പറയുമോ? പറയില്ല. സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കുന്ന ഒരാൾ, സകലവും ത്യജിച്ച് പോകുന്ന ഒരാൾ, ക്രൂശെടുത്ത് പോകുന്ന ഒരാൾ, അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരാൾ എങ്ങനെയാണ് ലോകം അവൻ മിടുക്കനാണെന്ന് പറയുന്നത്? ലോകം അവനെപ്പറ്റി പറയും അവനെ സുബോധം നഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണെന്ന് പറയും. സുബോധം നഷ്ടം, ആരോ അവനെ മയക്കുമരുന്ന് കൊടുത്തു, അവനെ മയക്കിക്കളഞ്ഞു എന്ന് പറയും. അങ്ങനെയാണ് ഈ പഴയ നിയമത്തിലെ വ്രതസ്ഥനും ജീവിച്ചിരുന്നത്. അവനെ കാണുമ്പോൾ തന്നെ അറിയാം അങ്ങനെയാണ്. അപ്പോൾ എന്താ പക്ഷേ കർത്താവ് പറയുന്നത്, കർത്താവിന് വേണ്ടി ജീവിതത്തെ സമർപ്പിച്ച ആളുകൾ എത്ര സൂക്ഷ്മതയുള്ളവരായിരിക്കണം. ചെറിയ ചെറിയ വിഷയങ്ങളിൽ പോലും ശ്രദ്ധിച്ചേ ജീവിക്കുവാൻ അവർക്ക് അനുവാദമുള്ളൂ. വലിയ വീഴ്ചകൾക്ക് കാരണം പലപ്പോഴും ചെറിയ ചെറിയ വിഷയങ്ങളിലേക്ക് ശ്രദ്ധ കുറവാണ്. നമ്മൾ പറയില്ല, ഒരു ഗുരുവല്ലേ ഉള്ളൂ, സാരമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഒരു ഗുരുവല്ലേ ഉള്ളൂ, ഞാൻ മുദ്രിക്കാതില്ലല്ലോ, മുദ്രയുടെ ഗുരുവല്ലേ വായിലിട്ടുള്ളൂ. നമ്മുടെ പഴയ നിയമത്തിലെ ഏറ്റവും ശക്തനായ മനുഷ്യനായിരുന്നു ശിംശോൻ എന്ന് പറയുന്ന ആൾ. പക്ഷേ നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്, ശിംശോൻ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ നാസർ വ്രതം എടുത്ത ഒരാളാണ്. അവൻ്റെ അപ്പനും അമ്മയും ദൈവദൂതനോട് ചോദിച്ചു, മകൻ്റെ കാര്യത്തിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞു, മുന്തിരിങ്ങയോട്ട് ഗുരു തുടങ്ങി തൊലി വരെ ഒന്നും തിന്നരുത്. അവന് ജന്മം കൊണ്ട് അമ്മയുടെ ഉദരം മുതലേ നാസർ വ്രതക്കാരനാണ്, ക്ഷൗരക്കത്തി അവൻ്റെ തലയിൽ ഒരിക്കലും തൊഴിക്കരുത്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു.
അങ്ങനെയാണ് ആ മാതാപിതാക്കൾ അവനെ വളർത്തിക്കൊണ്ട് വന്നത്. പക്ഷേ നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്, ശിംശോൻ അവൻ്റെ നാസ്യവ്രതം അലക്ഷ്യമാക്കി. അതാണ്, നാസ്യവ്രതം അലക്ഷ്യമാക്കി. അതുകൊണ്ട് അവസാനം എന്താ സംഭവിച്ചത് നമുക്കറിയാം. 2 കണ്ണ് നഷ്ടപ്പെട്ട് ബലഹീനായ ഒരു മനുഷ്യനെ പോലെ ഫെലിസ്ത്യർക്ക് വേണ്ടി അവരുടെ അമ്പലത്തിൽ, ക്ഷേത്രത്തിൽ ഉത്സവത്തിന് ധാന്യം പൊടിക്കുന്ന അവിടുത്തെ പ്രഭുക്കന്മാർക്കും മറ്റും ധാന്യം പൊടിച്ച് കൊടുത്ത് കഴിയുന്ന ഒരു കാഴ്ച ഞങ്ങൾ വിചാരിച്ചു. ഇസ്രയേലിൻ്റെ ഏറ്റവും ശക്തനായിരിക്കുന്ന ന്യായാധിപൻ, വളരെ ബലമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതായിരിക്കുന്ന വലിയ വലിയ ഗേറ്റ് പോലും തൻ്റെ തോളിൽ വെറുതെ വലിച്ച് ഊരി അവനെ അങ്ങനെ കൊണ്ടുപോകുന്ന ഒരാൾ, 13 കുറുക്കന്മാരെ പിടിച്ചിട്ട് വാലോട് വാല് കെട്ടി പന്തം കെട്ടി വിടുന്നത്, ഒരു കുറുക്കനെ പിടിച്ച് വാലെ പന്തം കെട്ടണം തന്നെ എന്തൊരു പ്രയാസമായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അത്യപൂർവമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്ത ഒരു മനുഷ്യൻ അവസാനം എവിടെയാണ് കിടക്കുന്നത്? അവൻ്റെ നാസ്യവ്രതം, അവൻ്റെ തലമുടി മുറിക്കാനായിട്ടിടയായി. ഫെലിസ്ത്യർ അവൻ്റെ രഹസ്യം കണ്ടെത്തി. ദലീലയോട് പറഞ്ഞു, അവൻ്റെ രഹസ്യം, ശക്തിയുടെ രഹസ്യം നീ കണ്ടെത്തണമെന്ന് പറഞ്ഞു. അവൾ വളരെ കരഞ്ഞ് അവസാനം കണ്ടെത്തി. അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുവാൻ പാടില്ല, അവൻ നാസ്യവ്രതക്കാരനാണ്. അവരെ തൊട്ടു, അവൻ്റെ ശക്തി അവനെ വിട്ടുപോയി. ഇന്നും അങ്ങനെയാണ്. കർത്താവിന് വേണ്ടി ജീവിക്കേണ്ടവരായ നാം ലോകത്തിൻ്റെ മടിയിൽ കിടന്നാൽ, ലോകത്തിൻ്റെ മടിയിൽ കിടക്കുകയും നമ്മുടെ ശാരീരികമായിരിക്കുന്ന ആസ്വാദ്യതകൾക്ക് വേണ്ടി ദൈവം പറഞ്ഞ പ്രമാണങ്ങളെ ലംഘിച്ച് നാം ഓരോ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്താൽ, എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ സാക്ഷ്യവും പോവും, നമ്മുടെ ശക്തിയും പോവും, നമ്മുടെ ഉപയോഗവും പോവും. നാം ആകെപ്പാടെ ഒരു പ്രയോജനമില്ലാത്തവരായിത്തീരും. മനുഷ്യർക്കും പ്രയോജനമില്ല. ഇതിലെ ഏറ്റവും സങ്കടകരമായ കാര്യം, മനുഷ്യർക്ക് പ്രയോജനമില്ല പോകട്ടെ, ദൈവത്തിന് പ്രയോജനമില്ല പോകട്ടെ, പക്ഷെ നമ്മുടെ സ്വന്തം ദൃഷ്ടിയിൽ പോലും നമ്മൾ പ്രയോജനമില്ലാത്തവനായി തീർന്നാൽ, ആ ശിംശോന് ആ ക്ഷേത്രത്തിൽ നിന്ന് മാവ് പൊടിക്കുകയും അവരുടെ മുന്നിൽ കളിക്കുകയും 2 കണ്ണും കൊത്തിപ്പൊട്ടിച്ചവനായിട്ട് അവനവിടെ ഇരുന്നു. അവസാനം അവൻ പറഞ്ഞെന്താണ്? ഞാൻ ഇവരോടുകൂടെ നശിക്കട്ടെ എന്ന് പറഞ്ഞ് തൂണ് പിടിച്ചൊടിച്ച് അവൻ്റെ തലയിലിട്ട് അവൻ ആത്മഹത്യ ചെയ്യുക ചെയ്തത്. കാരണം സെൽഫ് റെസ്പെക്റ്റ് പോയി, ജീവിതത്തെക്കുറിച്ചുള്ള അവൻ്റെ ബഹുമാനം പോയി. ഇനി ജീവിച്ചിട്ടെന്ത് കാര്യമെന്ന് അവർക്ക് തോന്നി. അങ്ങനെയാണ് ദൈവവചനത്തിൻ്റെ പ്രമാണങ്ങൾ പാലിച്ച് ജീവിക്കുവാൻ കടപ്പെട്ടവരാണ് നാം. ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും മഹത്വം ഉണ്ടെങ്കിൽ ഈ ശിഷ്യത്വം എന്ന് പറഞ്ഞ പ്രമാണമാണ്. ശിഷ്യത്വം നാം പാലിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മഹത്വം വരുന്നത്. നമുക്ക് സാധാരണക്കാളുകളെ പോലെ ജോലി ചെയ്ത് പണമൊക്കെ ഉണ്ടാക്കി തിന്ന് കുടിച്ച് ആനന്ദിച്ചൊക്കെ ജീവിക്കാനായിട്ട് കഴിയും. അത് അതിൽ തന്നെ പാവമൊന്നുമല്ല. തിന്നുന്നതും കുടിക്കുന്നതും ആനന്ദിക്കുന്നതും ജോലി ചെയ്യുന്നതും ഒന്നും അതിൽ തന്നെ പാവമല്ല. പക്ഷേ ദൈവം നാസ്യവ്രതക്കാരനായിട്ട് നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ സേവയ്ക്ക് വേണ്ടി നിന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, നീ അത് വിട്ടിട്ട് വേറൊന്നിന് പോകുക എന്ന് പറയുന്നത് തെറ്റാണ്. എന്ന് മാത്രമല്ല, കർത്താവിന് പ്രസാദമുള്ള കാര്യങ്ങൾ ചെയ്ത് ഞാൻ ജീവിച്ചു കൊള്ളാമെന്ന് നീ ഒരു പ്രതിജ്ഞ ചെയ്തിട്ട് കർത്താവിന് പ്രസാദമില്ലാത്തതായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നവനായിട്ട് തീർന്നത് അത്ര കഷ്ടമാണ്. അപ്പോൾ ഈ നാസ്യവ്രതക്കാരൻ്റെ മഹത്വകരമായിരിക്കുന്ന ജീവിതം വളരെ നല്ലതാണ്. ശമൂവേൽ ഒരു നാസ്യവ്രതക്കാരനായിരുന്നു ഞാൻ വിചാരിക്കുന്നു. ശൗൽ അപ്പോസ്തലനായ പൗലോസും ഒരു നാസ്യവ്രതക്കാരനായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ അവരൊക്കെ ദൈവവചനപ്രകാരം ഒരു നാസ്യവ്രതത്തെ ക്യാൻസൽ ചെയ്തവരാണ്. അങ്ങനെ വചനം പറയുന്നുണ്ട്, നാസ്യവ്രതക്കാരൻ അവന് ഒരു കാലഘട്ടത്തേക്ക് വ്രതമെടുക്കാം, അല്ലെങ്കിൽ അവന് ഏതെങ്കിലും കാരണവശാൽ വ്രതം ലംഘിച്ചാൽ അവനെ മുടി ക്ഷൗരം ചെയ്ത് അവൻ നാസ്യവ്രതത്തിൽ നിന്ന് സ്വതന്ത്രനാകുവാനായിട്ട് കഴിയുന്നതാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവസേവയിലായിരിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ മുറുകെ പിടിക്കുന്നവരും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരുമായിരിക്കണം. നമ്മെ കർത്താവിന് ഉപയോഗിക്കണമെങ്കിൽ ഇന്നും ശിഷ്യത്വത്തിൻ്റെ പാതയിലേക്ക് നാം വരണം. കർത്താവ് പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിക്കുകയും തന്നെ ത്യജിക്കുകയും തൻ്റെ അപ്പനെയും അമ്മയും പകയ്ക്കുകയും തൻ്റെ ശുശ്രൂഷനെ അനുഗമിക്കുകയും ഇതൊക്കെ ചെയ്യാത്തവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിവില്ല. കർത്താവ് പറഞ്ഞു, തൻ്റെ ശിഷ്യരായിരിക്കുന്നവരോട് പറഞ്ഞു, നിങ്ങൾ ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും അനുഗ്രഹിക്കപ്പെട്ടവരാകുമെന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കർത്താവിൻ്റെ അപ്പോസ്തലന്മാരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരായില്ലേ? അവരെല്ലാവരും നാസ്യവ്രതക്കാരായിരുന്നു. അതുകൊണ്ട് നമുക്കും അങ്ങനെ ജീവിക്കുവാനും അങ്ങനെ പ്രയോജനപ്പെടുവാനും കൊണ്ട് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവസന്നിധിയിൽ നമ്മുടെ വ്രതങ്ങളെ, നമ്മുടെ തീരുമാനങ്ങളെ നമുക്ക് വളരെ ബുദ്ധിപൂർവമായി ശക്തമായി നമുക്ക് നിവർത്തിക്കുകയും പാലിക്കുകയും ചെയ്യാൻ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.